നമ്മുടെ ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമുക്ക് കയറാം. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 10 തിരുവചനം. ഇയ്യോബിന്റെ പുസ്തകം ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10 ഇങ്ങനെ പറയുന്നു: When Job prayed for his friends, the Lord restored his fortunes. In fact, the Lord gave him twice as much as before. 10 ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. നമുക്കൊക്കെ ഇയ്യോബിന്റെ കഥ അറിയാവുന്നതാ. ഇയ്യോബ് ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയി, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി. പക്ഷെ തിരുവചനം ഇങ്ങനൊരു സത്യം വിളിച്ചു പറയുന്നു: ഇയ്യോബിന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ നന്മകളെ ഇരട്ടിപ്പിച്ചു കൊടുത്തു. തിരിച്ചു കൊടുക്കുക മാത്രമല്ല, പക്ഷെ തിരിച്ചു കൊടുത്തത് ഇരട്ടി കൊടുത്തു. ഈ 3 കൂട്ടുകാരുണ്ടായിരുന്നു. തിരുവചനം 50 തിരുവചനത്തിനകത്ത് ആ കൂട്ടുകാരുടെ പേര് പറയുന്നു: എലിഫാസ് ദ ടെമനൈറ്റ്, ബിൽദാദ് ദ ഷുവൈറ്റ് ആൻഡ് സൊഫാർ ദ നമത്തൈറ്റ്. അതൊന്ന് മലയാളത്തിൽ കേട്ടെ. 9 തിരുവചനം ആ കൂട്ടുകാരുടെ പേര്: തോമാന്യനായ എലിഫാസും നയമാന്യനായ സോഫാറും. അപ്പൊ ഈ 3 കൂട്ടുകാരന്മാരായിരുന്നു. അവരെ ആദ്യം തന്നെ ഇയ്യോബിന്റെ അവസ്ഥ അറിഞ്ഞപ്പം ഇയ്യോബിനെ കാണാൻ വന്നു. പക്ഷെ കാണാൻ വന്നപ്പം അവര് നമ്മൾ ആ വചന ഭാഗങ്ങളൊക്കെ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇവര് ശരിക്കും ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇയ്യോബിന്റെ കയ്യിൽ കുറ്റം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇയ്യോബിനെ ഒരുപാട് അവരുടെ വാക്കുകൾ മൂലം വേദനിപ്പിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിഷമത്തിനകത്ത്, നമ്മളുടെ വേദനയ്ക്കകത്തും ഒക്കെ നമ്മള് കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുന്നത് അതൊരു ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാ, അല്ലേ? അവരത് തന്നെയാ ചെയ്തത്. ശരിക്കും ശത്രുക്കൾ ചെയ്യുന്ന ജോലിയാ ചെയ്തത്. പക്ഷെ ഇയ്യോബിനകത്തൊരു വലിയ കാര്യം ദൈവം പകർന്നു: ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ. ഇന്ന് എവിടെ ക്ഷമിക്കുന്നോ, ശത്രുവിനോട് ക്ഷമിക്കുന്നോ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ദൈവവിശ്വാസികൾക്ക് ഞാൻ പറയത്തില്ല ദൈവവിശ്വാസി, ഞാൻ പറയും ദൈവ പൈതല്. ദൈവവിശ്വാസിയെക്കാട്ടിലും ഉയർന്ന നിലവാരമാണ് ദൈവ പൈതല്. ഒരു ദൈവ പൈതലിന് ശത്രുക്കളില്ല. ദൈവവിശ്വാസിക്ക് ചിലപ്പോൾ ശത്രുക്കൾ കണ്ടേക്കും, പക്ഷെ ദൈവ പൈതലിന് ശത്രുക്കളില്ല. ഒരു ദൈവ പൈതലായാൽ ജീവിതത്തിനകത്ത് നമ്മളുടെ ജീവിതത്തിനകത്ത് എല്ലാരും ശത്രുവാവണമെന്നില്ല, പക്ഷെ കുടുംബത്തിനകത്തുനിന്ന് ഉണ്ടാകുന്നതല്ല, അല്ലേ? നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ചിലപ്പോ 1 വാക്ക് 2 വാക്ക് പറഞ്ഞ്, സാധാരണ നമ്മളുടെയൊക്കെ ജീവിതങ്ങൾക്കകത്ത് കാണുന്നത് അമ്മായച്ചൻ, അമ്മായിയമ്മ, സഹോദരങ്ങള് അല്ലെങ്കിൽ കൂട്ടു സഹോദരങ്ങള്, അവിടുന്ന് നിന്നൊക്കെയാ പലതും കുറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മകൾ വരുന്നത്. അവിടുന്ന് നിന്നിട്ട് പിന്നെ ഭാര്യ ഭർത്താവ് ജീവിതങ്ങൾക്കകത്ത്, അതിൽ നിന്ന് പിന്നെ മക്കളുടെ ജീവിതങ്ങൾക്കകത്ത്, അവിടുന്ന് ഒഴുകി പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് പുറത്തുള്ള ജീവിതത്തിലേക്ക് ഒക്കെയാ ഈ വെറുപ്പും കയ്പും ഒഴുകുന്ന. എവിടെയെങ്കിലും ഒരിടത്ത് അതിനൊരു ഉൽപാദനമുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ വെറുപ്പിനും കയ്പിനും ഒരു സോഴ്സ് ഉണ്ട്. എവിടെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ഈ ശത്രു എന്ന് പറയുന്നവരോട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ചു കഴിഞ്ഞ് അടുത്ത ഡിഗ്രിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവചനത്തിനകത്ത് യേശു പറഞ്ഞു ലവ് യുവർ എനിമീസ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ യേശു പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരെയും മിത്രങ്ങളെയും സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പം സ്നേഹിക്കുക മാത്രമല്ല, അതിനുപരി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ശരിക്കും ദൈവ പൈതല. യേശുവിനെ നമ്മൾ കാണുമ്പോൾ യേശുവിനെ കാൽവരി ക്രൂശിൽ അവര് കയറ്റി. യേശുവിനെ ഒരുപാട് അവര് നോവിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ തിരുവചനത്തിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, കാൽവരി ക്രൂശിൽ യേശു കിടക്കുമ്പോൾ യേശു വിളിച്ചു പറയുന്നൊരു കാര്യമാണ്: പിതാവേ, ഇവരോട് ക്ഷമിക്കണം, ഇവര് ചെയ്തത് എന്തെന്നറിയില്ല. എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചു. യേശുവിനെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾക്ക് വേദനിപ്പിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് സാധാരണ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രയാസമാണ്. നമ്മളുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നടക്കുന്ന
നടക്കുന്നവർക്ക് വേണ്ടി പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോകും. ഇയ്യോബ് ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. ഇയ്യോബ് ആയിരുന്ന അവസ്ഥയെ ഇയ്യോബ് മറന്നിട്ട് ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ദൈവ പൈതലാകുന്നേ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മകളും മകനുമാകുന്നേ, ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ സ്വന്തം വേദനയെ ക്രിസ്തു മറന്നിട്ട് ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രിസ്തുവിനെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും ക്രിസ്തുവിന് ചുറ്റിനുള്ള നമ്മള് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യേശു ആദ്യം യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു പിന്നെ യേശുവിനെ തന്നെ മറന്നു. പിന്നെ യേശു പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ കയ്യിലേൽപ്പിച്ച ശിഷ്യന്മാർക്ക് വേണ്ടിയും പിന്നെ വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ഈ പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ യേശു പ്രാർത്ഥിച്ച്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പ്രശ്നങ്ങൾക്കകത്ത് ഉൾക്കൊണ്ടു നിൽക്കും. എന്നിട്ട് നമ്മൾ പറയും, കർത്താവെ എന്റെ ഈ വിഷയമുണ്ട്, ഈ വിഷയമുണ്ട്, ഈ മറ്റേ വിഷയമുണ്ട്, മറിച്ചേ വിഷയമുണ്ട്, ഈ വിഷയങ്ങളെല്ലാം ഉണ്ട് കർത്താവെ, ഇതെല്ലാം ഞാൻ നിരത്തി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് നീ ഇടപെടണം, ഇതിനകത്ത് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കണം, ഇതിനകത്ത് നീ വിടുതൽ അയക്കണം, ഇതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നാളുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു താള് നമുക്ക് എടുക്കാം. നമുക്ക് ആ ഒരു വാക്കൊന്നെടുക്കാം. എന്നിട്ട് കർത്താവിന്റെ വചനം പറയുന്ന ഇയ്യോബ് പ്രാർത്ഥിച്ചു. ഇയ്യോബിന്റെ കൂട്ടുകാര് ദ്രോഹിച്ച കൂട്ടുകാരായിരിക്കും, പരിചയമില്ലാത്തവരായിരിക്കും. ഇന്ന് നമ്മൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടി നമ്മളുടെ കയ്യിൽ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ വന്ന് വീഴുമ്പോൾ, ചിലവരുടെ ജീവിത അവസ്ഥകൾ നമ്മൾ കാണുമ്പോൾ, ചിലപ്പോൾ നമ്മൾക്ക് എന്തുവാന്ന് പോലും അറിയാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ ഈ അവസ്ഥകൾ വന്നു വീഴുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾക്കകത്ത് കർത്താവ് നമ്മളുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ചില വിഷയങ്ങൾ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അവിടെ തിരുവചനം പറയുന്നേ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു. അന്യഭാഷകളിലും പ്രാർത്ഥനകളിലും നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനറിയാം ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ചില നടക്കാത്ത വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. എനിക്കറിയാം, ഞങ്ങള് വീട്ടില് എന്റെ അച്ഛനും എന്റെ അപ്പയും മമ്മിയും ഒക്കെ ഞങ്ങളുടെ കല്യാണം നടക്കാനും ഞങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യം ഞങ്ങളുടെ മക്കള് ഉണ്ടാവാനും ഒക്കെ എന്റെ പേരൻസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെയൊക്കെ ആ സമയം കർത്താവ് ഞങ്ങളുടെ കൈ കൊണ്ടു തരും. ആർക്കെങ്കിലും ഒക്കെ മക്കളില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം തിരുവചനം പറയുന്നേ, ഇതെന്തിനാ നാം ചെയ്യുന്നേ? ക്രിസ്തുവിനോടുള്ള സ്നേഹം മൂലം. തിരുവചനം 1 കൊരിന്ത്യരുടെ ലേഖനം 13-ാം അധ്യായത്തിനകത്ത് സ്നേഹത്തിനെ കുറിച്ച് പറയുന്നു. സ്നേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. 13-ാം തിരുവചനം 1 കൊരിന്ത്യർ 13:13 എല്ലാം ഒന്നും കൂടെ വായിച്ചേ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പം സ്നേഹം യേശുക്രിസ്തുവിന്റെ ഒരു ശരീരത്തിന്റെ വേറൊരു അവയവത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം എന്ന് ഏറ്റെടുക്കുമ്പോൾ അവിടെ എന്റെ കർത്താവ് സ്നേഹത്തിലാ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. സ്നേഹമില്ലെങ്കിൽ ഒന്നും നേടത്തില്ല എന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ഇന്ന് യേശു നമ്മൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞത് സ്നേഹത്തിലാ വെടിഞ്ഞത്. യേശു പിതാവായ ദൈവം നമ്മൾക്ക് വേണ്ടി സ്നേഹത്തിലാ പുത്രനെ തന്നത്. സ്നേഹം ഒന്നിനെയും കണക്കിടത്തില്ല. ഇത് നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, നമ്മളെ നോവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഇന്ന് അവരോട് ഒന്ന് ക്ഷമിക്കാം. ക്ഷമിച്ചു കഴിഞ്ഞിട്ട് അവരെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാവിന്റെ വലിയൊരു കൃപാവരമാണ്. സ്തോത്രം. ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളെ നോവിച്ചവരെ, നിന്ദിച്ചവരെ, തള്ളിക്കളഞ്ഞവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഒന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, നിന്റെ വലിയ ക്ഷമയുടെ ആ കൃപാവരം എന്റെ മേലൊന്ന് പകരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നന്മയാ ക്ഷമിക്കാനായിട്ടുള്ള കൃപ. ഗലാത്യരുടെ ലേഖനം 5-നകത്ത് പരിശുദ്ധാത്മാവിന്റെ കുറെ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനകത്തൊരെണ്ണമാണ് ക്ഷമ. സ്തോത്രം. പേഷ്യൻസ്, ഫൊർഗിവ്നെസ്. സ്തോത്രം. ഇത് നമുക്കൊന്ന്
ഓരോന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതങ്ങൾ ധന്യമായി തീരും. പല നാളുകളായിട്ട് നടക്കാത്ത വിഷയങ്ങള് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ ഈ ദിവസങ്ങളില് ടിക്ക് മാർക്ക് ഇട്ട് അതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് അതിനൊക്കെ മറുപടി ലഭിച്ചതായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ നമ്മളെ കർത്താവ് അനുവദിക്കും. നമുക്ക് തിരിച്ച് ഇയ്യോബിന്റെ പുസ്തകം 42 വരാം. നമ്മൾ പഠിക്കുമ്പോ ഇയ്യോബിനെ ശൂന്യമാക്കി കളഞ്ഞു. ഇയ്യോബിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഇയ്യോബിനുണ്ടായിരുന്ന മക്കളെയും സ്വത്തിനെയും സമ്പത്തിനെയും ആരോഗ്യത്തിനെയും എല്ലാം എടുത്തോണ്ട് പോയി. ഇയ്യോബ് പ്രാന്തനായി പോവാഞ്ഞത് ദൈവത്തിന്റെ വലിയ കരുണ. പക്ഷെ തിരുവചനം ഇങ്ങനെ പറയുന്നു, അതിന്റെ 42:12 യഹോവ ഇയ്യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാട്ടിലും അനുഗ്രഹിച്ചു. സ്തോത്രം. ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങളില് ആദ്യ ഭാഗങ്ങളില് വേദനയും അനുഭവങ്ങളും പ്രശ്നങ്ങളും കുടുംബജീവിതം തകർന്നതും സ്തോത്രം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടന്നവരുണ്ടോ? സ്തോത്രം. കർത്താവ് പറയുന്നു ഇന്നത്തെ പിൻകാലം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞുള്ള ഒരു കാലം. എന്റെ യേശു ഹിസ്റ്ററിയെ 2 ആക്കിയവനാ. AD-യും BC-യും AD-യും ആക്കിയന. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് വരുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തും ഒരു BC-യും AD-യും ഉണ്ട്. യേശുവിനെ അറിയുന്നതിന് മുമ്പും യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞു. അറിയേണ്ടവണ്ണം അറിഞ്ഞു കഴിഞ്ഞു. യേശുവിനെ അറിയേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കുമ്പോഴാ യേശുവിനെ ശരിക്കും അറിയുന്നേ. പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയിൽ നടക്കുമ്പോഴാ ശരിക്കും യേശുവിനെ അറിയുന്നേ. ശരിക്കും യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ് ഉള്ളൊരു ജീവിതം ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പിൻകാലം മുൻകാലത്തിനെക്കാട്ടിലും അതിധന്യമാ. സ്തോത്രം. എന്നിട്ട് തിരുവചനം അതിനകത്ത് പറയുന്നു ഇയ്യോബിന് കുറെ ആടുകളുടെയും മാടുകളുടെയും ഒക്കെ എണ്ണം പറയുന്നുണ്ട്. എന്നിട്ട് അതുകൂടാതെ 13-ാം തിരുവചനം, അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും 7 പുത്രന്മാരും 3 പുത്രിമാരും നേരത്തെ ഉണ്ടായിരുന്നതിലും കൂടുതൽ 10 മക്കളെ കിട്ടി. എന്നിട്ട് 14-15 തിരുവചനങ്ങള്, മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേര് വിളിച്ചു. ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരുടെ കൂടെ അവർക്ക് അവകാശവും കൊടുത്തു. ഇയ്യോബ് ഈ പെൺകുഞ്ഞുങ്ങളെ തുല്യരായിട്ട് കണക്കാക്കി. ആ സമയത്ത് അത് നടക്കത്തില്ലായിരുന്നു. തുല്യരായിട്ട് കണക്കാക്കി. എന്നിട്ട് തിരുവചനം പറയുന്നു ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ, 2ാം ജന്മത്തിൽ കൊടുത്ത ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ അതിൽ സൗന്ദര്യമായ വേറെ സുന്ദരികളായ സ്ത്രീകളുമില്ലായിരുന്നു. എന്നിട്ട് 16-ാം തിരുവചനം പറയുന്നു ഇയ്യോബോ, അതിന്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ധന്യനായി മരിച്ചു. സ്തോത്രം. ഇന്ന് ഇയ്യോബിന്റെ ജീവിതം ട്രാൻസ്ഫോം ചെയ്തത് അല്ലെങ്കിൽ മാറിയത് ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോഴാ. ഇയ്യോബ് കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇയ്യോബിനെ കുറ്റം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം, ഇയ്യോബ് ക്ഷമിച്ചപ്പോൾ. ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, പൊന്നു പരിശുദ്ധ ആത്മാവേ, ഇന്ന് കർത്താവെ പല നീറുന്ന ഹൃദയങ്ങളും പല ഉണങ്ങാത്ത മുറിവുകളും ചില ആത്മീയ മുറിവുകളും കിടക്കുന്നത് കർത്താവെ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും പറ്റാതെ പോകുന്ന അവസ്ഥ കാരണം ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വാസികളായിട്ട് മാത്രമല്ല, പക്ഷെ ക്രിസ്തുവിന്റെ കുഞ്ഞുങ്ങളായിട്ട്, ദൈവത്തിന്റെ പ്രിയ മക്കളായിട്ട് എന്ന് തിരുവചനം ഞങ്ങളോട് പറയുന്നു. ഇന്ന് പ്രിയ മക്കളെങ്കിൽ ഞങ്ങള് അവകാശികളാ. ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലെ എല്ലാ നന്മകളുടെയും കൂട്ടവകാശികളാ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നേ, ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നേ ആരുടെങ്കിലെയൊക്കെ ഹൃദയങ്ങൾക്കകത്ത് കഴിഞ്ഞ കാലത്തെ മുറിവുകളും വേദനകളും കയ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ദൈവസന്നിധിയിലേക്ക് തുറന്നൊന്നിട്ടുകൊടുത്തിട്ട് അതിനോടൊക്കെ ആ മുറിവുകൾക്കകത്തേക്കും വെറുപ്പിനകത്തും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിളിച്ചു വരുത്തി ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച് അവസ്ഥകളെ മറന്ന് ചില വേദനകളെയും നൊമ്പരങ്ങളെയും ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വിട്ടു തന്ന് ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇന്ന് ആ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നോവിച്ചവരെയും വേദനിപ്പിച്ചവരെയും സങ്കടപ്പെടുത്തിയവരെയും നിന്ന് പറഞ്ഞവർക്ക് ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം കൂട്ടുവിശ്വാസിയുടെ ഓരോ വിഷയങ്ങളും എന്റെ വിഷയം
ആവശ്യമാ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി എന്റെ വിഷയത്തെക്കാട്ടിലും വലുത് മറ്റവന്റെ വിഷയമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി കേറിയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, സ്നേഹമില്ലെങ്കിൽ എല്ലാം തീർന്നു. എല്ലാം ഉണ്ടെങ്കിലും, അന്യഭാഷയുണ്ടെങ്കിലും, വിശ്വാസം ഉണ്ടെങ്കിലും, കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും വേറെ ഒരുവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ആ പ്രാർത്ഥന ശൂന്യമാ. കർത്താവെ, ഇന്ന് സ്നേഹത്തിന്റെ ആഴത്തിൽ കയറി നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വലിയ കൃപാവരം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.